അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, നമ്മുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന, നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, എവിടെ കണ്ടാലും ഉസ്താദെ ദ്വാരക്കണം, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരാണെന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ, വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ദീനിൻ്റെ ഖാദിമീങ്ങളോട് മഹബത്തുള്ള ഈ സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഭക്ഷണം തരുന്ന, സന്തോഷങ്ങൾ പറയുന്ന എല്ലാവർക്കും അല്ലാഹു പ്രത്യേക വിജയം നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം വീടുകളിൽ ഒരിക്കലെങ്കിലും പൂച്ചകൾ കയറി വന്നിട്ടുണ്ടാവും, ആണല്ലോ. പൂച്ചകൾ ഒരിക്കലും കയറി വരാത്ത വീടുകൾ വളരെ വിരളമാകും. അത് വളർത്തുന്ന പൂച്ചകളായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ പരിസരത്തൊക്കെയുള്ള, നമ്മുടെ അയൽവക്കത്തുള്ള പൂച്ചകളായിരിക്കും പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക്, നമ്മുടെ പരിസരത്തേക്ക് കയറി വരാറുണ്ട്. ഈ ഒരു അനുഭവം ഉള്ളവരാണ്. പലപ്പോഴും പൂച്ചയെ വീട്ടിൽ വലിയ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് മനോഹരമായി നല്ല കാണാൻ ഭംഗിയുള്ള, പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ നമ്മൾ കൊണ്ടുവരികയാണ്, വരുത്തിക്കുകയാണ്. അതിനുവേണ്ടി ക്യാഷ് മുടക്കാൻ തയ്യാറാണ്, അതിനെ നമ്മൾ പരിചരിക്കാൻ തയ്യാറാണ്. അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പ്രത്യേകം അതിനെ കുളിപ്പിച്ച് അല്ലെങ്കിൽ പ്രത്യേകം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുത്ത് കൂടെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ പലപ്പോഴും ശ്രദ്ധിച്ച് പൂച്ചയെ വളർത്തുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതല്ല, അങ്ങനെ വാങ്ങി വളർത്തുന്നതല്ല, അല്ലാതെ തന്നെ അയൽവക്കത്തു നിന്നൊക്കെ മറ്റു വന്ന് ചേക്കേറിയ പൂച്ചകളാണ്. പിന്നെ അവിടെ പ്രസവിച്ചു, അങ്ങനെ അതിൻ്റെ കുട്ടികൾ പൂച്ചക്കുട്ടികളായി ഇങ്ങനെ വളർന്നു വന്നു. അതിലൊരെണ്ണം അല്ലെങ്കിൽ കുറേ നമ്മുടെ കൂടെ ജീവിക്കുകയാണ്. അങ്ങനെ ആ ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ കൂടെ വളരുന്ന ആ ജീവിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പൂച്ചയെ പരിപാലിക്കുന്ന ആളുകൾ ഒട്ടനവധിയുണ്ട്. അതോടൊപ്പം പരിസരത്തു നിന്നൊരു പൂച്ച കയറി വന്നാൽ നമ്മളെ വീട്ടിൻ്റെ വളപ്പിലേക്ക് കയറാൻ സമ്മതിക്കില്ല, നമ്മുടെ മുറ്റത്ത് കാല് കുത്താൻ സമ്മതിക്കില്ല. വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ പരിസരത്തേക്കൊക്കെ വന്നാൽ നമ്മൾ അടിച്ചോടിക്കുന്ന ശൈലിയുള്ള, കാരണം ഒരു പ്രത്യേകമായ വെറുപ്പ്, ഒരു കാരുണ്യവുമില്ലാത്ത ഒരു 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 രീതി, ടെൻഡൻസി, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അല്ലാഹു ഈ ലാസ്റ്റ് പറഞ്ഞ വിഭാഗം, ഒരു കാരുണ്യവും കരുണയും ആ ജീവിയോട് തോന്നാത്ത, മനസ്സിൽ കാരുണ്യം വറ്റിപ്പോയ, അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടമല്ലാത്ത അത്തരം ക്രൂരമായ സമീപനം ഉള്ള ആളുകളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ മുഹബ്ബീങ്ങളെയും അള്ളാഹു കാത്തേക്കിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഏതൊരു ജീവിയാണെങ്കിലും കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ്, ആ ജീവിക്ക് നമ്മൾ ഗുണം ചെയ്താൽ, ഭക്ഷണം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ, അതിന് എന്തു പരിചരണം കൊടുത്താലും തീർച്ചയായും നമുക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പമാർഗമാണത്. ഏറ്റവും എളുപ്പമാർഗമാണ്. കാരണം അത് പ്രത്യേകമായി ശ്രദ്ധിച്ച് ജീവികളോട് പ്രത്യേക കാരുണ്യം ജീവിതത്തിൽ, ലൈഫിൽ, ചുമ്മാ വഴതു പറഞ്ഞു എന്നല്ല, ക്ലാസ് പറഞ്ഞു കേട്ടു എന്നല്ല, ലൈഫിൽ അതിൻ്റെ റിയലായി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിച്ചത്. അവിടുന്ന് പൂച്ചയോട് പെരുമാറിയ പെരുമാറ്റം, വളർത്തു ജീവികളോട് കാണിക്കുന്ന പെരുമാറ്റം, വീട്ടിലേക്ക് കയറി വരുന്ന ജീവികളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ദാഹിച്ചു വിശന്നു വരുന്ന ജീവികളോട് കാണിക്കുന്ന അവിടുത്തെ സമീപനങ്ങൾ ഏറ്റവും മനോഹരമാണ്, ഉദാത്തമാണ്. ആ ഒരു സംസ്കാരം ഇല്ലാത്തവരായി നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി, ദീനുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെന്ന് അതിൻ്റെ അർത്ഥം. മാനസികമായി നമ്മൾ മോശക്കാരാണെന്നാണ്. അങ്ങനെ വരാൻ പാടില്ല. ദാഹിച്ചു വലഞ്ഞ ഒരു നായ്ക്കുട്ടിക്ക് വെള്ളം കോരിക്കൊടുത്തതിൻ്റെ പേരിൽ സകല പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് പറയുന്ന സ്വഹീഹായ ഹദീസ് നമ്മുടെ മുന്നിൽ, നമ്മുടെ നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണ്. അതേ സമയത്ത് ഒരു പാവപ്പെട്ട പൂച്ചയെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ ആ പൂച്ചക്ക് വേണ്ട ഭക്ഷണവും വെള്ളം കൊടുത്തില്ല. അങ്ങനെ ആ പൂച്ചക്കുട്ടി പ്രയാസപ്പെട്ടു പോയതിൻ്റെ പേരിൽ ആ പെണ്ണിന് അതു കാരണമായി നരകത്തിൽ പോയി കിടക്കേണ്ടി വന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പൂച്ചക്ക് അന്നം കൊടുത്താൽ, പൂച്ചക്ക് ഭക്ഷണം കൊടുത്തു, ദാഹത്തിന് വെള്ളം കൊടുത്തു, അതിനെ പരിചരിച്ചു എന്നൊക്കെ പറയുന്നത് വലിയൊരു നന്മ തന്നെയാണ്.
എന്ന് കരുതിയിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിനകത്തും നിസ്കരിക്കുന്ന പായലൊക്കെ ഇതിനൊക്കെ കയറ്റിയിരുത്തിയിട്ട് നമ്മൾ താരാട്ട് പാട്ടണമെന്നല്ല. പിന്നെയോ അതിന് ഓരോ ജീവികൾക്കും ആ ജീവിയുടേതായ ഒരു പരിഗണന. പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന പൂച്ചകൾ വിശന്നിട്ട് അല്ലെങ്കിൽ ദാഹിച്ചിട്ടൊക്കെ കയറി വരും. നമ്മുടെ മുറ്റത്തേക്ക് വന്നിട്ട് കരയും, നമ്മുടെ കാലിന് ചുറ്റും അത് തവാഫ് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. അതിനൊക്കെ വല്ലാത്ത കൂലിയാണ് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക. കാരണം ഒരു വീട്ടിലേക്കൊരു പൂച്ച സന്തോഷത്തോടുകൂടെ തുമനീനത്തോടുകൂടെ ശാന്തമായിട്ട് കയറി വരുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സക്കീനത്തുണ്ട്, ശാന്തതയുണ്ട്. ഒരു പൂച്ച നമ്മുടെ മുറ്റത്ത് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ റാഹത്തായിട്ട് കയ്യും കാലൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ റാഹത്തായിട്ട് കിടക്കുകയാണ്, നമ്മുടെ സിറ്റ് ഔട്ടിൽ കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ റാഹത്തായിട്ട് കിടക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനുഷ്യന്, ആ കുടുംബത്തിൽ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും നല്ല വീടാണ്. ഇനി ഒരാളെ കൊണ്ടുവന്ന് നോക്കണ്ട, അത് റാഹത്തായ സ്ഥലമാണ്. ആ മണ്ണ് നല്ല മണ്ണാണ്, സക്കീനത്തുള്ള ശാന്തതയുള്ള മണ്ണാണ്. അതിൻ്റെ അടയാളമാണ് ആ കാണുന്നത്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ പൂച്ചകളുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത് തീർച്ചയായും ഇന്നഹാ ലൈസത്ത് ബിനജസിൻ. പൂച്ചയെ നിങ്ങൾ നായയെ പന്നിയോടുള്ള മറ്റ് സമീപനം ഉണ്ടല്ലോ, നമ്മൾ അതിനെ നനവോടുകൂടെ സ്പർശിച്ചാൽ അവിടെ കഴുകേണ്ട രീതികളെക്കുറിച്ച് 7 പ്രാവശ്യം കഴുകണം, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതി പോലെ നജിസായ ഒരു രീതിയല്ല പൂച്ചക്ക്. അത് നജിസല്ല, അത് നജിസായി നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു സംഗതിയല്ല, ത്വാഹിറായ ജീവി തന്നെയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇന്നമാ ഹിയ മിന തവാഫീന അലൈക്കും ഔ തവാഫാത്ത്. അത് തീർച്ചയായും തവാഫീങ്ങളായ ജീവികളിൽപ്പെട്ട മനുഷ്യനുമായി ഇണങ്ങിയിട്ട് നമ്മുടെ കാലിന് ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. അറിയാലോ, ചുമ്മാ നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ല. പിന്നെ നമ്മൾ അറിയാതെ കയറി ചവിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിനെ ആക്രമിക്കുന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി അപ്പോഴാണ് ഈ മാന്തലൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ പറയില്ലേ, സാധാരണ നമ്മൾ ആരെയും ഒന്നും ചെയ്യാത്ത, പറയാത്ത, ഒരു ഉപദ്രവം ചെയ്യാത്ത ആളെ കുറിച്ചുമ്പോൾ എന്താ പറയുന്നത്? ആൾ ഒരു പൂച്ചയെന്ന് പറയും അല്ലേ? ഒരു പൂച്ചയെന്ന് പറയും എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാത്ത ആളാണ്, റാഹത്താണ്, സൈലൻ്റാണ് എന്ന് പറയും പോലെ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറി വരുന്ന പൂച്ചക്കുട്ടികൾ അത് തവാഫാത്തുകളാണ്. അബൂദാവൂദ് തങ്ങളും ഇമാം തുർമുദി തങ്ങളും ഈ ഹദീസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈസത്ത് ബിനജസിൻ, അത് നജസല്ല, നജസാണെന്ന് കരുതിയിട്ട് നിങ്ങളെ തല്ലി ഓടിക്കാൻ നിൽക്കണ്ട എന്നുകൂടെ മനസ്സിലാക്കാം. നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ മനുഷ്യരല്ലാത്ത മറ്റൊരു ജീവി ഉണ്ടാകൽ വളരെ മസ്റ്റാണ്. അതൊരു ബറക്കത്തിൻ്റെ അടയാളമാണ്. മനുഷ്യരല്ലാത്ത, കാരണം നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, മനുഷ്യരല്ലാത്ത മറ്റൊരു ജീവി, അതിലേറ്റവും നല്ലത് അൽ-ഗനമു ബറക്ക, ആട് ബറക്കത്താണ്. ഒരു ചെറിയ ആട്ടിൻകുട്ടിയാണെങ്കിൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിന് വല്ലാത്ത ബറക്കത്താണ്. എല്ലാവർക്കും സാധിക്കില്ല, അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള സെറ്റപ്പുകൾ ഉണ്ടാവില്ല. ഉള്ളവർക്ക് അവർ ചിന്തിക്കണം, അല്ലാഹുവേ നീ എത്ര നിഅമത്താ ചെയ്തത്. ഒരു ചെറിയ ആട്ടിനെ പോറ്റാൻ എനിക്ക് കഴിയാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റേഞ്ചാണത്. അൽ-ഗനമു ബറക്ക, അല്ലാഹു ബറക്കത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. വലിയ സൗഭാഗ്യമാണത്. അല്ലാഹു നമുക്കൊക്കെ സൗഭാഗ്യം തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മമാർക്ക് ആമീൻ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം എന്താ, പടച്ചോനെ ഇനി ആടും കൂടെ വീട്ടിൽ വന്നാൽ എത്ര പ്രയാസം ഉണ്ടാവും അല്ലേ? നമുക്ക് കാണാൻ പറ്റില്ല പ്രിയപ്പെട്ട ഉമ്മമാരെ, കാണാൻ കഴിയില്ല. എൻ്റെ ബറക്കത്ത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ബറക്കത്താണ്. ഇനി ഒന്നുകൂടെ താഴേക്ക് അദ്ദീഖു ബറക്ക, കോഴി ബറക്കത്താണ്. ആടിന് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, എന്നാൽ ഒരു പൂവൻ കോഴി നമ്മുടെ വീട്ടിലുണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായും ബറക്കത്താണ്. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരുപാട് ഷെറുകളെ ഈ കോഴി തട്ടിമാറ്റിക്കളയുമെന്നാണ്. സാഹിര്യങ്ങളുടെ സിഹർ അല്ലെങ്കിൽ പൈശാചികമായ മറ്റു പല ഷെറുകളെയും വീട്ടിലൊരു കോഴിയുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഒരു വെളുത്ത പൂവൻകോഴി ഉണ്ടായിരുന്നു, മനോഹരമായ. എത്ര പ്രൗഢിയും ഭംഗിയുണ്ടാകും. തഹജ്ജുദിൻ്റെ നേരത്തെ വാങ്ങു വിളിച്ചു തുടങ്ങും. ഏത്? ഈ പൂവൻകോഴി. ഫഇന്നഹാറത്ത് മലക്കൻ, മലക്കിനെ കോഴി കാണുമ്പോൾ തന്നെ കോഴി കൂവാൻ തുടങ്ങും. കോഴി എപ്പോഴെങ്കിലും ഇല്ല കൂവുന്നത്, മലക്കിനെ കാണുമ്പോഴാണ് കോഴി കൂവുന്നത് പ്രഭാതത്തിൽ. ആ സമയത്ത് കോഴീനെ കാണാൻ നമ്മുടെ വീട്ടിൽ മലക്കുകളെ കണ്ടിട്ട് നമ്മളെ വിളിച്ചറിയിക്കാൻ, മലക്കുകളെ കാണുന്നുണ്ടിട്ടോ നമ്മളെ വിളിച്ചറിയിക്കാൻ. അപ്പം നമുക്ക് ദ്വാരക്കാം,
കിടന്ന കിടപ്പിലായിക്കോട്ടെ ദ്വാരക്കാം. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക ഫസ്അലുല്ലാഹ മിൻ ഫദ്ലി. അള്ളാന്റെ ഫദ്ല് ചോദിക്കണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയുണ്ട് ഹദീസ്? ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നഹ റഅതു മലക്കൻ, മലക്കിനെ കാണാതെ കോഴി രാവിലെ കൂവില്ലാന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദീഖു ബറക്ക, ഒരു കോഴി ബറക്കത്താണ്. ഈ ഒരു ദുആ ചെയ്യാനുള്ള അവസരം നമുക്ക് അറിയിച്ചു തരികയും നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉണർത്തുകയും എല്ലാ ബറക്കത്തും നമുക്ക് കിട്ടുകയും ചെയ്യും. ഷർറുകളൊക്കെ തട്ടിമാറ്റും. അവർ ബറക്കത്താണ്. ഇനി അതിനും സാധിക്കാത്തവരും കഴിയാത്തവരും ഒന്നുകൂടെ താഴേക്കിറങ്ങിയാൽ, ചുരുങ്ങിയത് ഒരു പൂച്ചക്കുട്ടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനത്തിൻ്റെ ഒരംശം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അന്നം കഴിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ ഒരു ബറക്കത്ത് വീട്ടിലേക്ക് ഒഴുക്കി വന്നുകൊണ്ടേയിരിക്കും. നമ്മളറിയില്ല. ആ ഒരു ജീവിക്കു കൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനോടുള്ള ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് അല്ലാഹു മുറിക്കില്ല, അല്ലാഹു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പൂച്ച ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ കയറി വരുന്ന പൂച്ച കൊണ്ടുവരുന്ന ബറക്കത്ത് നമ്മൾ അതിനെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു മര്യാദക്ക് ചുമ്മാടെ പള്ളയിലേക്ക് വലിച്ചെറിയുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കഴിച്ചോളും. അങ്ങനെ ആകരുത്. ആ ഭക്ഷണം ബഹുമാനത്തോടുകൂടെ കൊടുക്കണം. മറ്റത് ഭക്ഷണം വലിച്ചെറിഞ്ഞ തെറ്റുകാരാകും നമ്മൾ, ഉള്ള ബറക്കത്ത് പോവും. ഇതെന്താ? ബറക്കത്തൊന്നുകൂടെ കിട്ടാൻ വലിച്ചെറിയല്ല. നമ്മൾ പൂച്ചയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തു. ആദ്യമായി ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയാൻ, പൂച്ചക്ക് എന്ത് കൊടുത്താലും പൂച്ച എങ്ങനെ കരയുമ്പോൾ, പൂച്ച എങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ ചുറ്റിക്കൊണ്ടിരിക്കുക, ഈ പണ്ടാരടങ്ങാനായിട്ട് പൂച്ച പ്രാവാൻ പാടില്ല, ശപിക്കാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ ശാപം റിട്ടേൺ നമ്മളെ അടിക്കും, നമുക്ക് തിരിച്ചു വരും. കാരണം ശപിക്കപ്പെടാൻ ഒരു അർഹതയും അവിടെ ഇല്ല അതിന്. പക്ഷേ നമ്മൾ അർഹതയില്ലാത്ത സ്ഥലത്ത് ഒരു ശാപത്തിൻ്റെ വാക്ക് പറയാം, അപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള വഴിക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. ചുമ്മാ പരിസരത്തേക്ക് വരുമ്പോഴേക്ക് തല്ലി ഓടിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് പ്രൈവറ്റായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് ശല്യമാകുമെന്ന് കാണുമ്പോൾ, വീടിൻ്റെ ഉള്ളിൽ പ്രയാസകരമാണെന്ന് കാണുമ്പോൾ നമുക്കൊന്ന് ഭയപ്പെടുത്തിയിട്ട്, അതായത് വീടിൻ്റെ ഉള്ളിൽ ഭക്ഷണം കൊടുക്കണം, പുറത്ത് അതിനെ നമ്മൾ പരിഗണിക്കണം, എല്ലാം കൊടുക്കണം, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷേ നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടാൽ അതിന് പ്രയാസങ്ങൾ അല്ലെങ്കിൽ മുറിവുകൾ, വേദനകൾ ഇല്ലാത്ത തരത്തിൽ ഒരു ഭയപ്പാടിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഒരു ശിക്ഷണങ്ങൾ അതിനെ കൊടുത്ത് അതിനെ നമുക്ക് മാറ്റി നിർത്താം എന്നുകൂടെ ഉലമാക്കൾക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ജീവികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ജീവിയാണ് പൂച്ച. അതിനെ പ്രത്യേകിച്ച് നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നടക്കണമെന്നാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂട്ടത്തിൽ, അദ്ദേഹം വാല്യക്കാരനായപ്പോൾ കൂട്ടത്തിൽ ഒരു ചെറിയ കുഞ്ഞിപ്പൂച്ച കൂടിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകൾ ഇസ്ലാമിലേക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പേ കൂട്ടുകാർ അദ്ദേഹത്തെ അബൂ ഹുറൈറ എന്ന് വിളിച്ചു തുടങ്ങിയെന്നാണ്. പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ആ പൂച്ചക്കുട്ടി എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാകും. ആ പേര് തന്നെ അബ്ദുശംസ് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജാഹിലിയ കാലത്തുള്ള പേര്. സൂര്യൻ്റെ അടിമ എന്നുള്ള പേരിൽ അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ. പിന്നെ ഇസ്ലാമിലേക്ക് കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുശംസ് എന്നുള്ള പേര് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അബ്ദുറഹ്മാൻ എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുകൊടുത്തു എന്നാണ്. അബ്ദുറഹ്മാൻ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ റിവായത്ത് സ്വഹാബിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്താ പേര് അബൂ ഹുറൈറ തങ്ങളുടെ യഥാർത്ഥ പേരെന്താ? അബ്ദുറഹ്മാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇട്ടുകൊടുത്ത പേര്. അതിന് മുമ്പേ ഉള്ള പേരാണ് അബ്ദുശംസ്, അത് മാറ്റിക്കളഞ്ഞു, അബ്ദുറഹ്മാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു, അബൂ ഹുറൈറ എന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങൾ കിതാബുകളിലൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളെ തേടിയിട്ട് അല്ലെങ്കിൽ വിശപ്പ് ദാഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും കരയുകയും ചെയ്യുന്ന പൂച്ചയെ മൈൻഡ് ചെയ്യാതെ ചുമ്മാ തല്ലി ഓടിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ക്രൂര നടപടിയാണ്. ആ വീട്ടിൽ ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ്, ഉസ്താദുമാരൊക്കെ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂച്ച ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക, ഭയങ്കര വിശപ്പുണ്ടാവും. എന്നാലോചിച്ച് നോക്കി, നമ്മളാണ് അവസ്ഥയിലെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ വിശന്നിരിക്കുക, അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ ഫുഡിങ് നടന്നുകൊണ്ടിരിക്കുക, പൂച്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണവന്മാർ സാധാരണ പറയാറുണ്ട്, അതിൻ്റെ കണ്ണിൻ്റെ വിഷാംശങ്ങൾ ബാധിക്കും, അതിനാദ്യം ഒരല്പം അതിനാദ്യം കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ വന്നിട്ട് റാഹത്തായിട്ടിരുന്നോളൂ, അപ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മളതിനെ പരിഗണിച്ചു കൊടുക്കണം. പിന്നെയോ
നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ നമ്മുടെ കിടക്കുന്ന ബെഡിൽ, അതേപോലെ തന്നെ സെറ്റിയിൽ, പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരപ്പായിൽ, ഇവിടെയൊക്കെ നമ്മൾ സാധാരണ ഓവർ അധികാരം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ നമ്മൾ ലാളിച്ച് അല്ലെങ്കിൽ കൊഞ്ചിച്ച് നമ്മൾ അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിലും മറ്റുമൊക്കെ അതിൻ്റെ രോമങ്ങളും മറ്റും, അതിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന രോമങ്ങളും മറ്റൊക്കെ വന്നിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പലപ്പോഴും അത് നജിസ് എന്നുള്ള ഗണത്തിലേക്ക് പെട്ടുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് പല പ്രയാസങ്ങളുണ്ടാക്കും. പിന്നെ ഭക്ഷണത്തിൽ, മറ്റു വെള്ളത്തിലൊക്കെ അതിൻ്റെ രോമങ്ങൾ, അംശങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളോട് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മാന്തും കടിയൊക്കെ കിട്ടാതെ പരമാവധി സൂക്ഷിക്കാൻ വേണ്ടി പറയണം. അനാവശ്യമായി ചുമ്മാ പൂച്ചയെടുത്ത് ഇങ്ങനെ കളിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അതിന് പ്രയാസം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഉണ്ടാകാൻ പാടില്ല. തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ പ്രത്യേകമായി ഒരു ശ്രദ്ധ കൈകാര്യം ചെയ്യുന്ന നല്ലതാണ്. പിന്നെ വീട്ടിൽ കാരണവന്മാരുണ്ടെങ്കിൽ പലപ്പോഴും അവർക്കൊരു ഇഷ്ടമുണ്ടാവും. അവർക്ക് അവരിയ്ക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ കിടക്കുന്ന ബെഡിൽ ഇതൊക്കെ കയറ്റുക എന്നൊക്കെ പറയുന്ന പലർക്കും പ്രയാസമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ നമ്മൾ മറികടന്നിട്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ അതിൽ എൻഗേജഡ് ആവുക എന്ന് പറയുന്നത് അത് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അവരുടെ മനസ്സ് വിഷമിക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകാതെ നമ്മൾ പരിഗണിച്ചു കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാറ്റിനോടും കാരുണ്യമുള്ള ഒരു നല്ല മനസ്സ് പ്രത്യേകിച്ച് മനുഷ്യരല്ലാത്ത, നമ്മളല്ലാത്ത മറ്റൊരു ജീവി, ആടുണ്ടെങ്കിൽ നന്ന്, കോഴിയുണ്ടെങ്കിൽ വല്ലാത്ത ബറക്കത്ത്, അല്ലെങ്കിൽ ഒരു പൂച്ചയെങ്കിലും നമ്മൾ ദിവസവും ഡെയിലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു ശൈലി ഉണ്ടായാൽ, ആ വിളമ്പിക്കൊടുക്കുന്ന ഉപ്പമാരും ആയിക്കോട്ടെ, സഹോദര സഹോദരിമാർ, അവർ അത് മുഖേന വിജയിക്കും. വലിയ ബെനിഫിറ്റും നന്മയുണ്ടാകും. വലിയ ദർജയിലേക്ക് അവർക്ക് ഉയരാൻ പറ്റും. ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂച്ചയെ വളർത്തലുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ? പൂച്ചയെ വളർത്തൽ നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല, അത് പുണ്യമുള്ള കാര്യമാണ്, സുന്നത്താണ്, മുസ്തഹബാണ്. ലൈസത്ത് ബി നജസിൻ, അത് നജസല്ല, അത് ശുദ്ധമായിട്ട് നമുക്കിടയിൽ, നമ്മുടെ കാലിന് ചുറ്റും, നമ്മുടെ ജീവിതത്തിന് ചുറ്റുഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കൂടി ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് നജിസായി നിങ്ങൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഹദീസ് വശം പിടിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, യുസ്തഹബ്ബു തർബിയത്തുൽ ഹിറ, പൂച്ചയെ തർബിയത്ത് ചെയ്യുക, അതിനെ പരിപാലിക്കുക, ഭക്ഷണം കൊടുക്കുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇത് മുസ്തഹബാണ്, സുന്നത്തായ കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ നല്ല നിയ്യത്തോടു കൂടെ നമ്മുടെ വീട്ടിൽ, നല്ല നിയ്യത്തോടുകൂടെ, നിയ്യത്ത് നന്നാകണം, ബിസ്മില്ലിട്ട് ഭക്ഷണം കൊടുക്കണം, ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം കൂടും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് കൂട്ടി നൽകും. ആ ജീവിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൻ്റെ, അതിൻ്റെ തർബിയത്തിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവും. അപ്പോൾ ആ ബെനിഫിറ്റൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ സംശയകരമായി വരുന്നത്, പൂച്ചയെ വളർത്താൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ പേർഷ്യൻ കാറ്റുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫാൻസി പൂച്ചകൾ വരുന്നുണ്ട്, നല്ല രോമമൊക്കെ എണീറ്റ് നിന്നിട്ട് നല്ല മനോഹരമായ, നല്ല ഭംഗിയുള്ള പല കളറുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? പൂച്ചയെ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? അത് ജായിസാണ്. ശാഫഈ മദ്ഹബിൽ അനുവദനീയമാണ്. ബിലാ ഖിലാഫിൻ ഇൻദന, നമ്മുടെ അടുക്കൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, അത് അനുവദനീയമാണ്, ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് എന്ന് ഇമാം നവവി തങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങാം, ക്യാഷിന് പൂച്ചയെ വിൽക്കാം, ഇതൊന്നും ശാഫിഈ മദ്ഹബിൽ ഇസ്ലാമികമായി നമുക്ക് തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം, പൂച്ചയെ കൂട്ടിലിട്ട് വളർത്താമോ എന്നാണ്. അതിന് പ്രത്യേകമായ ഒരു കേജ് കൂട്ടുണ്ടാക്കിയിട്ട് അവിടെ വളർത്താൻ പറ്റുമോ? പൂച്ചയെന്നല്ല, ഏത് ജീവിയെയും വളർത്താൻ പറ്റുന്ന ജീവികളെയൊക്കെ കൂട്ടിൽ ഇട്ട് വളർത്താവുന്നതാണ്. ഇപ്പം നമ്മൾ ആടിനെ കൂട്ടിലിട്ട് വളർത്തും, അതേപോലെ തന്നെ കോഴിയെ കൂട്ടിലിട്ട് വളർത്തും. ഇതൊന്നും വിരോധമില്ല. വിരോധം വരുന്നപ്പോഴാണ് അതിന് വേണ്ട ഭക്ഷണം കൊടുക്കാതിരിക്കുക, വെള്ളം എത്തിച്ചു കൊടുക്കാതിരിക്കുക, എന്നിട്ട് ചുമ്മാ പൂട്ടിയിടുക. അത് ബനൂ ഇസ്രായേലിലെ പെണ്ണിനെ സംഭവിച്ചതുപോലെ ഭക്ഷണം കൊടുക്കാതെ ഒരു പൂച്ചയെ തടങ്കിൽ വെച്ചു, ഹബസിൽ വെച്ചു. ആ പൂച്ച മരിച്ചുപോയി. എന്ത് കാരണം കൊണ്ട്? ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമുക്ക് നരകത്തിൽ പോകേണ്ട തിന്മയായിട്ട് വരും. അല്ലാഹു കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ കൂട്ടിൽ സേഫ്റ്റിക്ക് വേണ്ടി ഇടാം, അതിനെ പരിഗണിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? അതിന് വേണ്ട ഭക്ഷണ വെള്ള സാമഗ്രികളൊക്കെ തന്നെ അടുപ്പിച്ചു കൊടുക്കണം. അപ്പോൾ വിരോധമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി പൂച്ചയുടെ രോമം നജിസാണോ? രോമം നജിസാണോ? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു മസലയാണ്.
കാരണം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ജീവിയായി പൂച്ച കൂടെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നിസ്കാരപ്പായയിലും നിസ്കരിക്കുന്ന വസ്ത്രത്തിലും രോമങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഹുക്കം എന്താണ് നമ്മളറിയണമല്ലോ. ഗൈറു മഅ്കൂലാത്തുകൾ, തിന്നപ്പെടാത്ത ജീവികളുണ്ടല്ലോ. അപ്പോൾ പൂച്ച തിന്നപ്പെടുന്ന ജീവിയല്ല. അത്തരം ജീവികളുടെ രോമങ്ങൾ ജീവിത കാലഘട്ടങ്ങളിൽ പൊഴിഞ്ഞു പോയാലും മരിച്ചിട്ട് പൊഴിഞ്ഞു പോയാലും രോമം നജിസാണ്, രോമം നജിസാണ്. അപ്പോൾ അത് നമ്മുടെ നിസ്കരിക്കുന്ന വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ ആ രോമങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നജിസാണ്, നിസ്കാരം ബാത്തിലാകും, നിസ്കാരം ശരിയാകില്ല എന്ന വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് മയിൽപ്പീലിയുടെ ഹുക്മ്. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അറിയാത്തവരും എന്ത് ചെയ്യുക, മയിൽപ്പീലി നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ വീട്ടിലോ ഷോക്കേസിലോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ താളുകൾക്കിടയിലൊക്കെ വെക്കാറുണ്ട്. അത് നജിസാണ്, റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമില്ലാതെയായി പോകും. അത്തരം നജിസുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗത്തിന് വേണ്ടി എടുക്കരുത് എന്ന് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക അത്തഹയ്യാത്തിലിരിക്കുക, പൂച്ച വന്നിട്ട് നമ്മുടെ മടി കയറിയിരുന്നു. സാധാരണ ഇരിക്കുന്നത് പോലെ പൂച്ച മടിയിൽ കയറിയിരുന്നു. പൂച്ചക്കറിഞ്ഞോടല്ലോ നമ്മൾ നിസ്കരിക്കുകയാണ്. അങ്ങനെ പൂച്ച മടിയിൽ കയറിയെന്നാൽ ഹുക്കം എന്താ? ഉലമാ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം ബാത്തിലാകാൻ കാരണമാകും. കാരണം പൂച്ച അതിൻ്റെ ബാക്ക് സീറ്റിൽ നജിസ് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിരിക്കുമ്പോൾ തീർച്ചയായും നിസ്കാരം ബാത്തിലാകുന്ന ഒരവസ്ഥയുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസല തന്നെയാണ്. ഇനി പൂച്ച ഒരു ഭക്ഷണപാത്രത്തിലോ വെള്ളപ്പാത്രത്തിലോ തലയിട്ടാൽ നൈസാവോ? പ്രത്യക്ഷത്തിൽ നൈസൊന്നും ആകുന്നില്ല, നൈസാകുന്ന നമ്മൾ കാണുന്നില്ല, നൈസായിട്ടൊന്നും അവിടെ വരുന്നില്ലെങ്കിൽ അത് നജിസല്ല, അത് ത്വാഹിറാണ് എന്ന് തന്നെയാണ്. പൂച്ച കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുക, അല്ലെങ്കിൽ പൂച്ച കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി കുടിക്കുക, അത് ശുദ്ധമാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നേർക്ക് നേരെ നജിസ് കണ്ടാൽ പറ്റൂല, അല്ലാതെ ശുദ്ധമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ ഹുക്കം വിധി വരുന്നത്. ഏതായിരുന്നാലും അതൊക്കെ നോക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ പൂച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ഡിസ്കസ് പഠനം നമ്മൾ നടത്തിക്കഴിഞ്ഞു. മാക്സിമം അതിൻ്റെ സംശയങ്ങൾ ഇഷ്കാലുകളൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മളെ ചുറ്റിപ്പറ്റി നമ്മളെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു ജീവി, ആ ജീവിയെ തീരെ പരിഗണിക്കാതെ പോവുക, ചുമ്മാ തല്ലിക്കൊട്ട, പൂച്ചയെ കൊല്ലാമോ, വലിയൊരു വിഷയമാണ്. ഒരു കാരണവശാലും കൊല്ലപ്പെടേണ്ട ജീവിയുണ്ട്, അതിൽ പൂച്ചയില്ല. പൂച്ചയെ കൊല്ലൽ ഹറാമാണ്, കുറ്റം കിട്ടും. അത് ഭക്ഷണം കൊടുക്കാതെ കൊന്നാലും അല്ലാതെ ആക്രമിച്ച് കൊന്നാലും വലിയ പ്രശ്നമാണ്. പൂച്ച മീൻ കട്ടുകൊണ്ടുപോവുക, മീൻ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്, കള്ളപ്പൂച്ചയാണ്, കാടപ്പൂച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എറിഞ്ഞിട്ട് കാലൊടിച്ചിട്ട് പല പൂച്ചകളും ഇങ്ങനെ വികലാംഗരായിട്ട് നടക്കുന്ന കാണുന്നുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അവർ വലിയ വില കൊടുക്കേണ്ടി വരും. അത് തികച്ചും പാടില്ല, അത് ഹറാമാണ്, അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത്തരം വേദനാജനകമായ ഉപദ്രവങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ഉപദ്രവം കൂടുതലാണ്, ബുദ്ധിമുട്ടാണ്, ചെറിയ പണിഷ്മെൻറ്റ് കൊടുത്ത് ഒഴിവാക്കാന്നല്ലാതെ ഒരു കാരണവശാലും കൊല്ലാൻ പാടില്ല, അതിനെ കാലോടിക്കാൻ പാടില്ല, അതിനെ മറ്റു ശക്തമായൊരു ഉപദ്രവവും അതിനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പൂച്ച ഒരു വീട്ടിൽ ചത്ത് കിടന്നാൽ, പൂച്ച ഒരു വീട്ടിൽ വെച്ച് ചത്തു, ആ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, എന്തോ വിഷയമാണ് ഇവിടെ എന്ന് വിചാരിച്ച് ആരും ബേജാറാകണ്ട. പൂച്ചയുടെ ആയുസ്സെത്തി, പൂച്ച ചത്തുപോയി. പൂച്ചയല്ല, മനുഷ്യൻ പോലും വീടുകളിൽ മരണപ്പെടുന്നില്ലേ? അതൊന്നും പ്രയാസമാക്കി വിഷമാക്കി നമ്മൾ കാണണ്ട. പിന്നെ പൂച്ച പ്രസവിച്ചാൽ, ഒരു വീട്ടിൽ ഒരു പൂച്ച പ്രസവിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ പൂച്ചക്കും പൂച്ചക്കുട്ടികൾക്കുമുള്ള ആഹാരം അള്ളാഹു കൊടുക്കും. അതിൻ്റെ ഒരു ബറക്കത്തുണ്ടാവും, അതിൻ്റെ ബറക്കത്ത് ആ വീട്ടിലുണ്ടാകും. പൂച്ച പ്രസവിച്ചതുകൊണ്ട് മാത്രം ഇവിടെ അങ്ങനെ എന്തോ ഒരു സംഭവം, അങ്ങനെയൊന്നുമില്ല. എന്നാൽ പൂച്ച ഒരു സക്കീനത്തുള്ള, സമാധാനമുള്ള, ശാന്തിയുള്ള സ്ഥലം, നല്ല സ്ഥലം നോക്കി അവിടെ തിരഞ്ഞെടുത്തു, അവിടെ പ്രസവിച്ചു. തീർച്ചയായും അതിനെ നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി പരിചരണങ്ങൾ, അതിനെ ഉപദ്രവിക്കാതിരിക്കുക, മക്കൾ അതിനെ തല്ലാതെ ഉപദ്രവിക്കാതെ നോക്കുക, തീർച്ചയായിട്ടും പരിഗണിക്കുക. പൂച്ചൊരു വീട്ടിൽ പ്രസവിച്ചു, അതിൻ്റെ തള്ള അങ്ങോട്ട് മാറിപ്പോകുമ്പോൾ ഈ സാധനത്തിൻ്റെ ചാക്കിലാക്കിയിട്ട് ദൂരെ കനാലിൽ കൊണ്ടുപോയി കളയുക ഏറ്റവും വലിയ അക്രമമാണ്. അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷ അതുകൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വേദനിപ്പിക്കാൻ പാടില്ല. കണക്ക് പറയാതെ ആഖിറത്തിൽ ഒരു കാലനക്കാൻ പറ്റില്ല. നിൽക്കാറുണ്ട്, നോമ്പുണ്ട്, ആചാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൂച്ചയെ അല്ലെങ്കിൽ ജീവികളെ ഉപദ്രവിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ സ്നേഹിക്കണം, സഹായിക്കണം, ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെയാണ് ഒരു മുഅ്മിനിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതേ ഉണ്ടാകാൻ പാടുള്ളൂ. അള്ളാഹു നമുക്ക് എല്ലാവിധ വിജയം, സലാമത്ത് അവൻ്റെ റഹ്മത്തിൽ നമുക്ക് തുറന്നു നൽകട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله